ഇത് സുസുക്കി ബലേനോ 2018 മോഡൽ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ റിയറിലെ വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഇത് നല്ല ഹാർഡായിട്ടുണ്ട്. നല്ല വീല് കറക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ടും ഉണ്ട്. വീല് കറക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഷോക്കിൽ പിടിച്ച് കഴിഞ്ഞാൽ നല്ല റഫ് സൗണ്ട് ഉണ്ട്. നല്ല ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ട്. ബെയറിങ്ങിൻ്റെ മുകളിൽ സൗണ്ട് ഭയങ്കര. അപ്പോൾ ഈ ബെയറിങ് ഇപ്പം തന്നെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡാണ്. ജസ്റ്റ് കറക്കണം, അത് കറക്കി. മുകളിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, വീഡിയോ ജസ്റ്റ് ക്ലിയർ ആകുന്നുണ്ടോ അറിയില്ല. അപ്പോൾ നമുക്ക് ഈ വീൽ ബെയറിംഗ് വരുന്നത് ഹബ്ബ് ടൈപ്പാണ് വരുന്നത്. ഈ ഒരു ഹബ്ബ് മൊത്തത്തിൽ മാറലാണ്. അപ്പോൾ അത് സാധനം വരുന്നത് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരുക. ഈ ഒരു ടൈപ്പ് സാധനം വരും കേട്ടോ, ഹബ്ബ് ടൈപ്പ്. ABS വരുന്നതാണ്. ABS സെൻസറിൻ്റെ ഇതിനകത്തേക്ക് കയറിയിട്ട് ഈ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുന്നതാണ്. ABS വരുന്ന ടൈപ്പിന് അതുപോലെ ഈ ഭാഗത്ത് ഇത് കാണും. അല്ലാത്ത ഇവിടുന്ന് ഇങ്ങോട്ട് താഴെ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറാൻ സിമ്പിളായിട്ട് മാറാം. ഇതിന് വരുന്ന റേറ്റ് വരുന്ന പറഞ്ഞാൽ 2750 രൂപ വരുന്നുണ്ട്. ഈ അബടൊക്കെ വരുന്ന കാരണം ഇത്ര റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മാറാൻ പറഞ്ഞാൽ 4 ബോൾട്ടാണ് വരുന്നത്. ഒന്നിവിടെ 2, 3, 4. ഈ 4 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. അതിന് മുമ്പ് ABSൻ്റെ വയർ പുറകിൽ കൂടെ താഴെ കൂടെ പോകുന്നുണ്ട്. ഇവിടെ പുറകിൽ കാണാം. അവിടുന്ന് ആ ബോൾട്ട് 10ൻ്റെ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു വയർ ഇങ്ങോട്ട് മാറ്റി വെക്കുക. ABS സെൻസർ മാറ്റി വെച്ചതിന് ശേഷം ഈ ഹബ്ബ് ഇങ്ങോട്ട് അഴിച്ചെടുക്കാം. വയ്ക്കുമ്പോൾ ഈ ബ്രേക്ക് ഷൂ 2 ലോക്ക് അയച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി. നമ്മൾ ബ്രേക്ക് ഷൂ ഇങ്ങനെ താഴ്ത്തി ബ്രേക്ക് ഷൂവിൻ്റെ ലോക്ക് അയച്ചിട്ട് ജസ്റ്റ് തൂക്കിയതിന് ശേഷം ഇതിൻ്റെ 4 ബോൾട്ട് അയച്ചെടുക്കാം. 4 ബോൾട്ട് അയച്ചെടുത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ഉണ്ടാവും അവിടെ. തുക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങോട്ട് വരും കേട്ടോ. ABSൻ്റെ വയർ നമ്മൾ ഓൾറെഡി ഈ കപ്ലർ ഇവിടെ നിന്ന് അയച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പീസ് ABS സെൻസറിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അയച്ചിങ്ങെടുക്കണം. ഈ 10ൻ്റെ ബോൾട്ട് അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ ഒരു 10ൻ്റെ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുക്കിയെടുത്താൽ മതി. ശേഷം പുതിയ ബെയറിങ്ങും വലിയ ABS സെൻസർ പഴയ ബെയറിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ABS സെൻസർ അയച്ചെടുത്തതിന് ശേഷം അതാ പുതിയ ബെയറിങ്ങിൻ്റെ മുകളിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ABS സെൻസറിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ഏത് പൊസിഷനിലേക്കാണ് വരുന്നതെന്നുള്ള നോക്കിയിട്ട് ഇങ്ങനെ താഴെ ഭാഗത്തായിട്ടുള്ള പൊസിഷനിലാണ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കയറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ബോൾട്ട് ഇവിടെ വരുന്ന ഒരു ബോൾട്ട്, ഇപ്പുറത്തെ ഒരു ബോൾട്ട്, അതുപോലെ താഴെ 2 ബോൾട്ട് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് 4 ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ ഇതൊന്നുമില്ല. ബാക്കി അതിന് ശേഷം ഈ ബ്രേക്ക് ഷൂ സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഡ്രം ഇട്ടിട്ട് ബാക്കി വീലിടാം.